മമ്മൂട്ടിയെ പോലീസ് വേഷത്തിൽ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. 1982 പുറത്തിറങ്ങിയ 'യവനിക' തൊട്ട് തുടങ്ങിയതാണ് ആരാധകർക്ക് പോലീസായിട്ട് എത്തുന്ന മമ്മൂട്ടിയോടുള്ള ആരാധന. പിന്നീട് 'ആവനാഴി', 'ഓഗസ്റ്റ് 1', 'രാക്ഷസ രാജാവ്', 'ഉണ്ട' എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ പോലീസായി അദ്ദേഹം എത്തി. അത്തരത്തിൽ കാക്കിക്കുപ്പായമിട്ട് കസറിയ ഒരു സിനിമയായിരുന്നു നിതിൻ രഞ്ജിത്ത് പണിക്കർ സംവിധാനം ചെയ്ത 'കസബ'. ചിത്രത്തിൽ രാജൻ സക്രിയ എന്ന പോലീസുകാരനായി മമ്മൂക്ക മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ സിനിമ ഇറങ്ങിയ പിന്നാലെ തന്നെ വിവാദങ്ങളും ഉയർന്നുവന്നു. മലയാള സിനിമയിൽ സ്ത്രീവിരുദ്ധയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സിനിമ കൂടിയായിരുന്നു 'കസബ'. സിനിമയിലെ നായകനായ രാജൻ സക്രിയ സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു എന്നൊക്കെയായിരുന്നു സിനിമ റിലീസ് ചെയ്തപ്പോഴുള്ള വാദങ്ങൾ. നടി പാർവതി തെരുവത്ത്, ഗീതു മോഹൻദാസ് എന്നിവർ അടങ്ങുന്ന സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ തന്നെയാണ് 'കസബ' എന്ന ചിത്രത്തിനെതിരെ ആദ്യമായി പ്രതികരണവുമായി എത്തിയത്. പിന്നീട് ഇതിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. 2014 അന്താരാഷ്ട്ര ചലച്ചിത്രവേളയിൽ വച്ചായിരുന്നു നടി പാർവതി തിരുവോത്ത് കസബയിലെ സ്ത്രീവിരുദ്ധത തുറന്നടിച്ചത്. തുടക്കത്തിൽ മലയാളം സിനിമയിലെ ഒരു പ്രമുഖ നടന്റെ സിനിമ എന്നൊക്കെ പാർവതി പറയാതെ പറഞ്ഞുവെങ്കിലും ഗീതു മോഹൻദാസ് ആയിരുന്നു "സേ ഇറ്റ്, സേ ഇറ്റ്" എന്ന് പറഞ്ഞ് മമ്മൂട്ടി സിനിമയായ 'കസബ' എന്ന് വ്യക്തമാക്കി പാർവതിയെ കൊണ്ട് പറയിപ്പിച്ചത്. ഇതെല്ലാം വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കും വിവാദങ്ങൾക്കും ആണ് അന്ന് തിരികൊളുത്തിയത്. എന്നാൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ ഗീതു മോഹൻദാസ് എടുത്ത ആ നിലപാട് അവരെ തന്നെ എയറിലാക്കുന്ന അവസ്ഥ നാം കണ്ടു. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത 'ടോക്സിക്' എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും കസബയിലെ ടോക്സിക് മസ്കുലിനിറ്റി വീണ്ടും സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമുണ്ട്. ഇപ്പോഴിതാ 'കസബ' എന്ന ചിത്രം ഉണ്ടാക്കിയ വിവാദം തന്റെ സിനിമയും ബാധിച്ചു എന്ന് പറയുകയാണ് സംവിധായകനായ സേതു. മമ്മൂട്ടിയെ നായകനാക്കി സേതു സംവിധാനം ചെയ്ത ചിത്രമാണ് 'കുട്ടനാടൻ ബ്ലോഗ്'. അതിന്റെ ആദ്യ പേര് 'കോഴിത്തങ്കച്ചൻ' എന്നായിരുന്നു. എന്നാൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രം അത്തരത്തിൽ വിവാദമായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേര് മറ്റൊരു സിനിമ ഇറങ്ങുന്നത് അദ്ദേഹത്തെ മോശമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. ഭയം കൊണ്ടാണ് അന്ന് ആ സിനിമ മാറ്റിവെച്ചത്. കോഴിയായ ഒരു കഥാപാത്രത്തെ മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടില്ല. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു അത്. മമ്മൂക്കയാണ് അത് വേണ്ട എന്ന് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് അതിന് അദ്ദേഹം പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ്: "ഒരുപക്ഷേ പ്രേക്ഷകർ എന്നെ അങ്ങനെ ഒന്നും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ സിനിമ മാറ്റിവെക്കുകയായിരുന്നു. കഥകൾ കുറെ മാറ്റങ്ങൾ വരുത്തിയാണ് 'കുട്ടനാടൻ ബ്ലോഗ്' റിലീസ് ചെയ്തത് എന്നാണ് സൂചന.